ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ക്യാബേജ് കൊണ്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഉമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണെന്ന് കേട്ടോ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. സാധാരണ നമ്മൾ ക്യാബേജ് വെച്ചിട്ട് തോരനും ഉപ്പേരിക്കാണല്ലോ അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാബേജ് വെച്ചിട്ട് കറി ഉണ്ടാക്കലുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന തുവരപ്പരിപ്പില്ലേ, അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴുകിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ പ്രഷർ കുക്കറിൽ. അപ്പോൾ ഇതാ ഞാനിവിടെ പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട്, കണ്ടോ, ഉടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ വേവിക്കുമ്പോഴേക്കും ഒന്നുകൂടെ പരിപ്പൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്ത ഭാഗം കട്ടായതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ക്യാബേജ് ഇല്ലേ, അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ആ ക്യാബേജ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ചേർത്ത് അരച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ക്യാബേജും തക്കാളിയും ഈ ഒരു പരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഈ ക്യാബേജും നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 3 ചുവന്നുള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും, പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ക്യാബേജ് വെച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. അവർ പണ്ടൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞാനിതുവരെ ഇതുപോലൊരു കറി കഴിച്ചിട്ടില്ല. ക്യാബേജ് വെച്ചിട്ട് ഞാൻ പണ്ട് TV ചാനലിലൊക്കെ കണ്ടിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലെ പരിപ്പൊക്കെ ചേർത്തിട്ട് കറി വെക്കുക എന്നുള്ളത് എൻ്റെ പുതിയൊരു അറിവായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇതാ 2 വിസിലടിച്ചപ്പോൾ നമ്മുടെ ക്യാബേജും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്തിട്ട് ഇതൊന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ടൊന്ന് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ക്യാബേജ് കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമാവും. ക്യാബേജിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ അത് ആ ഒരു കറിയിൽ മുഴുവനായിട്ടും കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പരിപ്പും ഒക്കെ കൂടെ വന്നതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്